back to my channel. സോ ഇന്ന് ഞാൻ തമിഴിൽ പറഞ്ഞ മാതിരി തന്നെ സമ്മർ വെക്കേഷനൊക്കെ ഇല്ലേ, അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ബുക്സാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു ഏജ് റേഞ്ച് ഞാൻ പറയുന്നത് 7 years above ആയിട്ടുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മൾ വലിയവർക്കും വായിക്കാൻ പറ്റുന്ന കുറച്ച് ബുക്സാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് കോമിക് ബുക്സാണ്. ടോം ഗേറ്റ്സിൻ്റെ കോമിക് ബുക്സ്. ടോം ഗേറ്റ്സ് എന്നാണ് ബുക്കിൻ്റെ പേര് വരുന്നത്. സോ ഇതാണ് ബുക്ക്. ആസ് യു ക്യാൻ സീ ഹിയർ, ദ ബ്രില്യൻറ്റ് വേൾഡ് ഓഫ് ടോം ഗേറ്റ്സ്. ദ ബ്രില്യൻറ്റ് വേൾഡ് ഓഫ് ടോം ഗേറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ വായിച്ചതിൽ വെച്ചിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ്. ആസ് യു ക്യാൻ സീ ഹിയർ, ഇത് ഫുൾ ഓഫ് പിക്ചർ ഇല്ലുസ്ട്രേഷൻസ് ആണ്. കണ്ടോ, ഇത് ഇങ്ങനെ കൂടുതൽ പിക്ചേഴ്സാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ നമുക്കിതിങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ വായിച്ചു പോകാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു പുസ്തകം. നമുക്കിങ്ങനെ ഒറ്റ സിറ്റിങ്ങിൽ തന്നെ ഇങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ വായിച്ചു പോകാൻ പറ്റുന്ന ഒരു ബുക്കാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഇത് ജസ്റ്റ് നമ്പർ 1 ആണ്. ടോം ഗേറ്റ്സിൻ്റെ ഫസ്റ്റ് ബുക്കാണിത്. ഇതിൻ്റെ തന്നെ വേറൊരു ബുക്കും കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതാണ് അടുത്ത ബുക്ക്. ഇത് നമ്പർ 7 ആണ്. എ ടൈനി ബിറ്റ് ലക്കി എന്നാണ് ഈ ബുക്കിൻ്റെ പേര്. ഇതും അതുപോലെ തന്നെ ഒരുപാട് പിക്ചർ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ വരുന്ന ഒരു കോമിക് ബുക്കാണ് ടോം ഗേറ്റ്സിൻ്റെ. അപ്പോൾ എൻ്റെ കയ്യിൽ നിലവിൽ ഈ 2 ബുക്സാണ് ടോം ഗേറ്റ്സിൻ്റെ ഉള്ളത്. ഒരുപാട് ബുക്സ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതായിരുന്നു. ഞാൻ ഒരുപാട് പേർക്ക് ഇത് വായിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. ആരും ഇതുവരെ എനിക്ക് ബുക്ക് തിരിച്ചു തന്നിട്ടില്ല. അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ബുക്കുകൾ തിരിച്ചു തരിക. ഓക്കെ, സോ ഇതാണ് ടോം ഗേറ്റ്സിൻ്റെ ബുക്സ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 399 ആണ്. ഇത്രയും കോസ്റ്റ്ലി ആണ് ബുക്ക്. ഞാൻ മേടിക്കാറ് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ നിന്ന് ഞാനിങ്ങനെ ബുക്ക് സെറ്റായിട്ട് മേടിക്കും. ബുക്ക് സെറ്റായിട്ട് മേടിക്കുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അത്യാവശ്യം നമുക്ക് ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. സോ ഈ ബുക്ക് ആവശ്യമുള്ളവർ ഇത് മേടിക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അടുത്തത് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററിൻ്റെ കുറച്ച് ബുക്സാണ് പരിചയപ്പെടുത്തുന്നത്. ദ വേൾഡ് ഫേമസ് റൈറ്റർ എനിഡ് ബ്ലിറ്റൺ. എനിഡ് ബ്ലിറ്റൻ്റെ ഫേമസ് 5 സീരീസ്. ഫേമസ് 5 കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എൻ്റെയൊക്കെ ഒരു ചൈൽഡ്ഹുഡ് സമയത്തൊക്കെ ഒരുപാട് ബുക്സ് എനിഡ് ബ്ലിറ്റൻ്റെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമാണ് ലൈബ്രറി പീരീഡ് ഉള്ളത്. ഈ ലൈബ്രറി പീരീഡ് ഉള്ള സമയത്ത് ഞങ്ങളിങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. നെക്സ്റ്റ് പീരീഡാണ് ലൈബ്രറി പീരീഡ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബുക്ക് കിട്ടും എന്നുള്ളൊരു ഭയങ്കര അത്രയും നമുക്ക് ക്യൂരിയസ് ആയിട്ടുള്ളൊരു പീരീഡായിരുന്നു ലൈബ്രറി പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈബ്രറി പീരീഡിൽ നമുക്ക് കൂടുതൽ ഞങ്ങൾ ടീച്ചേഴ്സ് അവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നത് ഇംഗ്ലീഷ് ബുക്സാണ്. ഇംഗ്ലീഷ് ബുക്സിൽ എനിഡ് ബ്ലിറ്റൻ്റെ തന്നെ ഫേമസ് 5 ആയിരുന്നു ഞങ്ങൾക്ക് തന്നിരുന്നത് ബുക്ക് എന്ന് പറയുന്നത്. ഫേമസ് 5 ഒരു ബുക്ക് നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് വീക്കിലാണ് നെക്സ്റ്റ് ബുക്ക് നമുക്ക് തരത്തുള്ളൂ മിസ്സ്. അപ്പോൾ അത് വായിച്ച് മിസ്സിൻ്റെ അടുത്ത് ബുക്കിന് റിവ്യൂ പറയണം. റിവ്യൂ പറഞ്ഞാലാണ് മിസ്സ് നെക്സ്റ്റ് ബുക്ക് തരത്തുള്ളൂ. അപ്പോൾ ഇത് വേഗം വായിച്ച് തീർത്ത് അടുത്ത ആഴ്ചയാവാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. അടുത്ത ആഴ്ച ലൈബ്രറി പീരീഡ് വരുമ്പോൾ ഇതിൻ്റെ തന്നെ സെക്കൻഡ് ബുക്ക് മിസ്സ് തരും. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇങ്ങനെ വായിക്കാൻ. എനിക്ക് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സ്കൂളിൽ, നമ്മളിങ്ങനെ റീഡിങ് സർക്കിളിലുള്ളത്. അവരിങ്ങനെ ഞാൻ വായിച്ച ബുക്കാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഇന്ന് ഫേമസ് 5ൻ്റെ ഫസ്റ്റ് ബുക്കാണ് വായിച്ചിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ ഞാൻ ആ ഫസ്റ്റ് ബുക്ക് എൻ്റെ ഫ്രണ്ടിന് പാസ് ചെയ്യും. എന്നിട്ട് ഞാൻ സെക്കൻഡ് ബുക്ക് എടുക്കുമ്പോൾ അവൻ ഫസ്റ്റ് ബുക്കായിരിക്കും വായിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ടായിരുന്നു നമ്മൾ വായിച്ചിരുന്നത് കേട്ടോ. നല്ല രസമായിരുന്നു വായിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ ബുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഞാൻ ആ ഒരു നോസ്റ്റു അടിച്ചപ്പോൾ വീണ്ടും വായിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ മേടിച്ച ബുക്കാണ്. ഞാൻ ഫേമസ് 5ൻ്റെ കംപ്ലീറ്റ് സെറ്റ് മേടിച്ചു. ആസ് യു ക്യാൻ സീ ഹിയർ, ഈ ഫേമസ് 5ൻ്റെ കംപ്ലീറ്റ് സെറ്റ് തന്നെ മേടിച്ചു. ഇത് ഞാൻ മേടിച്ചപ്പോൾ 2000 rupees സംതിങ്ങിനാണ് ഞാൻ മേടിച്ചത്. ഇപ്പോൾ റേറ്റ് എത്രയാണെന്ന് എനിക്ക് അറിയില്ല. ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോണ്ട് ഈ കംപ്ലീറ്റ് സെറ്റ് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഇത്തിരിശ ഇതിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരുപാട് ബുക്സ്, ഇത് ഓൾമോസ്റ്റ് ഒരു 10 to 15 ബുക്സ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ കീപ്പ് ഓൺ റീഡിങ് ആണ്. നമുക്കിങ്ങനെ ഒരു നമ്മൾ ചൈൽഡ്ഹുഡിലോട്ട് തിരിച്ചു പോകും. നമ്മളൊരു കിഡ് ഫീൽ കിട്ടും നമുക്ക് ഈ ഒരു ബുക്കൊക്കെ വായിക്കുമ്പോൾ. ഇറ്റ്സ് നൈസ് ടു റീഡ് ദിസ് ബുക്സ്. അപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് ഈ ബുക്സൊക്കെ വായിക്കുക. ഇനി കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസിന് ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കോമെൻറ്റ് ബോക്സിൽ കോമെൻറ്റ് ചെയ്യുക. ഞാനപ്പോൾ കൂടുതൽ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറേ ബുക്സുകളൊക്കെ ഞാൻ ഇനി വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.